തൊടുപുഴ മുട്ടം എഞ്ചിനീയറിംഗ് കോളേജിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ മറവിൽ പരക്കെ അക്രമം അഴിച്ചുവിട്ട് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. അക്രമത്തിൽ SFI പ്രവർത്തകന്റെ കൈ തല്ലിയൊടിച്ച ശേഷം മാരകായുധങ്ങളുമായി പ്രവർത്തകർ തെരുവിൽ പ്രകടനം നടത്തി. റിപ്പോർട്ട് കാണാം. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളുമായി വിജി ചേരും. നമസ്കാരം. തൊടുപുഴ മുട്ടം എഞ്ചിനീയറിംഗ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടത്. സംഘർഷത്തിൽ SFI പ്രവർത്തകർക്ക് ഗുരുതരമായി പരിക്കേറ്റു. SFI തൊടുപുഴ വെസ്റ്റ് ഏരിയ ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് ഫാസിലിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. മുഹമ്മദ് ഫാസിലിന്റെ കൈയ്യലിന് സംഘർഷത്തിൽ ഒടിവുണ്ട്. ക്യാമ്പസിന് പുറത്തുനിന്നും സംഘം ചേർന്നെത്തിയ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ യാതൊരു പ്രകോപനവും കൂടാതെ അക്രമം അഴിച്ചുവിടുകയായിരുന്നുവെന്ന് മുഹമ്മദ് ഫാസിൽ പറഞ്ഞു. രാവിലെ മുതൽ തന്നെ SFIയുടെ ക്യാമ്പസിനകത്തെ നേതാക്കന്മാർക്ക് നേരെ ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരമായ സമയത്ത് ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് നമ്മൾ വിദ്യാർത്ഥികളെ കാണാനായിട്ട് ചെന്നതാണ്. അപ്പോൾ യാതൊരു പ്രകോപനവും ഇല്ലാത്ത ക്യാമ്പസ്, യാതൊരു സംഘർഷങ്ങളും ഈ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ഇത്രയും ക്യാമ്പയിൻ നടക്കുമ്പോഴൊന്നും അവിടെ സംഘർഷങ്ങളോ ഒന്നും നിലനിന്നിരുന്നില്ല. അങ്ങനെ അവിടെ പ്രാദേശികമായിട്ടുള്ള കുറച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളും അതുപോലെ കുറച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ ഗുണ്ടകളെല്ലാവരും കൂടി സംഘം ചേർന്ന് വന്ന് നമ്മളവിടെ കുറച്ച് പേരുണ്ടായിരുന്ന എല്ലാവരെയും ദാരുണമായി ആക്രമിക്കുകയായിരുന്നു. ഒന്നും നമ്മൾ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നും പ്രതികരിക്കാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യം ഒക്കെ ആയിരുന്നു. അക്രമത്തിൽ കൈയുടെ എല്ല് ഞരമ്പിൽ തറച്ചു കയറിയതായി ആശുപത്രി അധികൃതർ പറഞ്ഞു. മുഹമ്മദ് ഫാസിലിനെ തൊടുപുഴ വെങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ സർജറിക്ക് വിധേയനാക്കി. തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നതിന് തൊട്ടുമുൻപായിരുന്നു ആക്രമണം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ക്യാമ്പസിന് പുറത്ത് സംഘടിച്ചിരുന്നു. സംഘർഷത്തിന് ശേഷം മാരകായുധങ്ങളുമായി KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുട്ടം ടൗണിൽ പ്രകടനം നടത്തി. കൈരളി ന്യൂസ്, ഇടുക്കി.